നെതന്യാഹു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ കൊല്ലപ്പെട്ടോ? അപ്പോൾ ഇതിന് തെളിവായിട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ 6 വിരലുകളാണ് കാണാൻ സാധിക്കുന്നത്. സാധാരണ ഒരാൾക്ക് 5 വിരലുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന് 5 വിരലുകളാണ്. പെട്ടെന്ന് എങ്ങനെ അദ്ദേഹത്തിന് 6 വിരലുണ്ടായി? അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇറാനിൻ്റെ ഒക്കെ അവകാശവാദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു, ഇപ്പോൾ ഉള്ളതൊക്കെ AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കോഫി കടയിൽ പോയിട്ട് അദ്ദേഹം കോഫി കുടിക്കുന്ന ഒരു വീഡിയോ ആണ്, വളരെ രസകരമായിട്ടുള്ള, അദ്ദേഹം സംസാരിക്കുകയൊക്കെ ഉണ്ടാവുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ ഇതും തന്നെ ഇതിൽ അദ്ദേഹം 5 വിരലുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, അദ്ദേഹം 5 വിരലുകൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്, അദ്ദേഹം കോഫി കുടിക്കുന്നു, പക്ഷേ കോഫിയുടെ അളവ് നോക്കുകയാണെങ്കിൽ കോഫി ഒന്നാമത് ചലിക്കുന്നില്ല, അത് വേറൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ കോഫിൻ്റെ അളവ് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതും ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്നാണ് അദ്ദേഹത്തെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ശരിക്കും അദ്ദേഹം മരണപ്പെട്ടോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, കാരണം ഒരു ഒഫീഷ്യലായിട്ടൊരു ന്യൂസ് നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ 2 വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹു കുറച്ച് ആളുകളെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആളുകളോടൊക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിലും ചെറിയൊരു പെശക്കുണ്ട്, കാരണം ആദ്യം അദ്ദേഹത്തിൻ്റെ റിങ്ങുള്ള മോതിരം കാണുന്നു, പിന്നീട് ഇതിൽ നമുക്ക് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മോതിരം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതാണ്. അപ്പോൾ ഇതും AI ജനറേറ്റഡ് വീഡിയോ എന്നാണൊക്കെയാണ് ചില ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് സത്യമെന്ന് നമുക്കറിയില്ല, കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടാൽ പോലും അവർ പെട്ടെന്ന് പറയില്ല, കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം അത് തീരാ നഷ്ടമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേലിൻ്റെ സ്ഥാനം പോകുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ രഹസ്യമായിട്ടായിരിക്കും ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങളായിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം നമുക്കറിയില്ല, കാരണം ഇതൊക്കെ വരും ദിവസങ്ങളിലുള്ള നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നീട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.